നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് ഓക്സിജൻ കണ്ടെയ്നറുകൾ അയച്ചിരിക്കുകയാണ് UAE. ഇന്ത്യക്ക് സഹായഹസ്തവുമായി സൗദിയാണ് ആദ്യം ഇത്തരത്തിൽ മുന്നോട്ട് വന്നത്. ഇതിനു പിന്നാലെ എത്തിയ UAEയുടെ തീരുമാനം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികളും ഉറ്റുനോക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇന്ത്യയിൽ നിന്നെത്തിയ എയർഫോഴ്സിന്റെ C-17 വിമാനത്തിൽ ക്രയോജനിക് ഓക്സിജൻ കണ്ടെയ്നറുകൾ അയച്ചത്. UAEയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായി ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കണ്ടെയ്നറുകൾ അയക്കാനുള്ള വിമാനം ഇന്ത്യയിൽ നിന്ന് ദുബായിലെത്തിയത്. UAEയുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഓക്സിജൻ ക്ഷാമം നേരിടുന്ന ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി ഖത്തറും രംഗത്തെത്തി. ക്രയോജനിക് ടാങ്ക് അയച്ചാൽ ഓക്സിജൻ എത്തിക്കാൻ തയ്യാറാണെന്ന് ഖത്തർ സന്നദ്ധ പ്രകടിപ്പിക്കുകയായിരുന്നു. ദേശീയ പെട്രോളിയം കമ്പനിയായ ഖത്തർ പെട്രോളിയത്തിന്റെ അനുബന്ധ കമ്പനി ഗസാൽ QSE ആണ് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം 60 മെട്രിക് ടൺ നൽകാനുള്ള ശേഷിയാണ് കമ്പനിക്കുള്ളത്. ഓക്സിജൻ കൊണ്ടുപോകാനുള്ള ക്രയോജനിക് സ്റ്റോറേജ് വെസലുകൾ ഇന്ത്യ എത്തിച്ചാൽ 20,000 ലിറ്റർ തോതിൽ 60,000 ലിറ്റർ ദ്രവീകൃത ഓക്സിജൻ ഒരു ദിവസം തന്നെ കപ്പൽ മാർഗം കയറ്റി അയക്കാമെന്നാണ് ഖത്തറിന്റെ വാഗ്ദാനം. വിമാനമാർഗം ടാങ്കുകൾ 3.5 മണിക്കൂറിനുള്ളിൽ ഖത്തറിലെത്തിക്കാൻ കഴിയും. ഖത്തർ പെട്രോളിയം, എയർ ലിക്വിഡ്, ഖത്തർ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് കമ്പനി എന്നിവയുടെ സംയുക്ത സംരംഭമായി 2006 ഗസാൽ QSE സ്ഥാപിതമായത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്ന് 4 ISO ക്രയോജനിക് ടാങ്കുകളും 80 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. അദാനി ഗ്രൂപ്പും ലിൻഡെ കമ്പനിയുമായി സഹകരിച്ചാണ് ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഓക്സിജനായി കഴിയുന്ന ഇന്ത്യക്കായി സഹായം എത്തിച്ചുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ UAE അധികാരികളും ഇന്ത്യക്കൊപ്പമെന്ന വാക്കും നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ കെട്ടിടം കൂടിയാകുന്ന ബുർജ് ഖലീഫയിൽ സ്റ്റേ സ്ട്രോങ് ഇന്ത്യ എന്ന് കുറിച്ചുകൊണ്ട് ദുബായിയും ഇന്ത്യക്കൊപ്പമെന്ന് അറിയിക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.